രാമായണം, മഹാഭാരതം സീരിയലുകളൊക്കെ വരുമ്പോഴും നമുക്കിങ്ങനെ കാണാൻ പറ്റും. കേരളത്തിൻ്റെ മാറ്റം വരുന്നത് നമുക്ക് കാണാൻ പറ്റും. അന്നേ അത് കാണാം. അങ്ങനെയാണ് ഞാൻ അയോധ്യ ഇഷ്യൂ ഉണ്ടാകുന്ന ആ സമയത്ത് തന്നെ നമ്മൾ രാമായണ പഠനം എന്ന് പറഞ്ഞ് അത് ഒരു പുസ്തകം തന്നെ ട്രാൻസ്ലേറ്റ് ചെയ്ത് രാമായണത്തിനെ പറ്റി അയോധ്യയെ പറ്റിയുള്ള ആർക്കിയോളജിക്കൽ എവിഡൻസസ് മുഴുവൻ വെച്ചുകൊണ്ടുള്ള ഒരു പുസ്തകം അന്ന് അത് പബ്ലിഷ് ചെയ്യുകയും കൊണ്ടു നടക്കുകയും എല്ലാം ചെയ്തിട്ടുള്ള ആളാണ്. ഇപ്പോൾ എന്തോ സംഭവിച്ചതായിട്ടല്ല. ഇത്രയും നാൾ എൻ്റെ കഴിഞ്ഞ ഞാനതൊക്കെ ചെയ്യുന്ന സമയത്ത് 90കളിലാണ്. നമ്മൾ എടുക്കുമ്പം 10-30 വർഷമായി കഴിഞ്ഞിട്ടുണ്ടല്ലോ. കേരളത്തിനകത്ത് ഈ 10-30 വർഷം കൊണ്ട് അവർ പെനിട്രേറ്റ് ചെയ്യുന്നു എന്ന് നമ്മൾ പറയുന്ന രീതിയിൽ ഹിന്ദുത്വ ഐഡിയോളജി, അത് ആളുകൾ ഇന്ത്യ ഇവിടെ ഉണ്ടായിരുന്നവർ പള്ളിയിലും അമ്പലത്തിലും എല്ലാം പോയിക്കൊണ്ടിരുന്ന മനുഷ്യർ തന്നെയാണ്. ഇതൊക്കെ ആയിരിക്കുമ്പോഴും അത്തരത്തിലുള്ള ഒരു ആശയത്തിനകത്തേക്ക് അവരെ ധ്രുവീകരണം ഉണ്ടാക്കാനായിട്ട് അവർക്ക് കഴിയുന്നത് ആദ്യം അവരെത്ര വിചാരിച്ചിട്ടും ഇവിടോട്ട് കടന്നു വരാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. ആ സമയത്ത് അവർ ചെയ്തിരുന്നത് ഗണേശ ഉത്സവം, ചതുർത്ഥി എന്നൊക്കെ പറയുന്നത് സത്യത്തിൽ മലയാളികൾക്ക് അങ്ങനെ ഒന്നും അറിയാത്തൊരു വളരെ കുറച്ച് ആൾക്കാർ മാത്രം ചെയ്തിരുന്ന ഒരു കാര്യം മാത്രം. അത് കഴിഞ്ഞിട്ടാണ് ഈ ബാലഗോകുലം ഉണ്ടാക്കിയവർ കുട്ടികളെ അണിയിച്ചൊരുക്കി അന്ന് ഇങ്ങനെ കൊണ്ടു നടക്കുക എന്ന് പറയുന്നത് മറ്റ് മതസ്ഥരായവർ പോലും ചെയ്യുന്ന ഒരു സ്ഥലത്തേക്ക് വന്നു. അത് കഴിഞ്ഞ് ഹോളി, നമ്മുടെ കേരളത്തിനകത്ത് ആരും അത് ഒഴിച്ചിരുന്നില്ല. അത് പോയിട്ട് അത് കയ്യിൽ രാഖി കെട്ടുക, സാഹോദര്യമാണെന്ന് പറയുമ്പോൾ അതിനകത്ത് ആൾക്കാർക്കൊക്കെ ഒരു എന്താ പറയണ്ടത്, നിരുപദ്രവകരമായ ഒരു കാര്യമല്ലേ. പൊന്നാങ്ങളമാർ സഹോദരിമാരെ രക്ഷിക്കാൻ വേണ്ടി കെട്ടുന്നതായിട്ടാണ്. വടക്കേ ഇന്ത്യയിലെ സഹോദര്യവും അവിടുത്തെ പെണ്ണുങ്ങളെയൊക്കെ രക്ഷിക്കുന്നതൊക്കെ നമുക്ക് അറിയുകയൊക്കെ ചെയ്യാതെ. പക്ഷെ അത്തരത്തിലുള്ള ഈ ആഘോഷങ്ങളാണ് അവർ ചൂസ് ചെയ്തത്. അത് കഴിഞ്ഞിട്ടാണ് ഇവിടുത്തെ ബുദ്ധിജീവികൾ 90% ഇടതുപക്ഷ ചായ്വുള്ളവരായിരുന്നു, സാഹിത്യകാരന്മാർ. അവിടെയാണ് അവർ തപസ്യ കൊണ്ടുവരുന്നത്. തപസ്യ അപ്പോൾ അത് വളരെ നിരുപദ്രവകരമായ ഒരു അവാർഡ് കൊടുക്കുക എന്ന് പറയുന്നതിനകത്ത് ആദ്യമൊക്കെ ആൾക്കാർക്ക് മടിയുണ്ട്, പോവുകയൊക്കെ ചെയ്യാതെ ഇരുന്നിട്ടുമുണ്ട്. പക്ഷെ അതിന് ഒരു നല്ല തുകയൊക്കെ വയ്ക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ പോയി സംസാരിക്കുക എന്ന് പറയുന്നത് അതിനകത്ത് ആ ലെജിറ്റിമേഷനായിട്ട് 1-2 പേരായിരുന്നു അന്ന് ഉണ്ടായിരുന്നത്. ബാക്കിയുള്ളവർ മുഴുവനും അവരെ ക്ഷണിക്കുമ്പോൾ പോകാൻ മടിച്ചിട്ടൊക്കെ പോകാതിരുന്നവരൊക്കെ ഉണ്ട്. എനിക്ക് ഈ ആളുകളെയൊക്കെ അന്ന് നേരിട്ട് പരിചയം ഉണ്ടായിരുന്ന കാരണം കൊണ്ട് ഈ പ്രോസസ്സ് നമുക്കിങ്ങനെ അറിയാം. അപ്പോൾ അവർ അങ്ങനെയായിരുന്ന കൾച്ചറലായിട്ടുള്ള ഒരു പെനിട്രേഷന് വേണ്ടി തന്നെയാണ് ശ്രമിച്ചിരുന്നത്. ഇപ്പം കുട്ടികളെ ബാലഗോകുലത്തിനകത്തേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞതാണ് അവരുടെ. അതുവരെ അമ്പലത്തിലെ ഉത്സവം എന്ന് പറയുന്നത് കഷ്ടിച്ച് കഴിഞ്ഞു പോകുന്ന ഒരു കാര്യം മാത്രമായിരുന്നു. ഗൾഫ് പണം എന്ന് പറഞ്ഞാൽ സാധാരണക്കാരായ ആൾക്കാർ പണമുള്ളവരായിട്ട് വരുമ്പോൾ അവർ ഈ അവർക്കൊരു പേര്, ക്രെഡിറ്റൊക്കെ വരണമെന്നുണ്ടെങ്കിൽ ഉത്സവം സ്പോൺസർ ചെയ്യുന്ന സ്ഥലത്തേക്ക് ആൾക്കാർ മാറണം. ഇതൊരു വലിയൊരു ഷിഫ്റ്റാണ് അത്, ഈ ഐഡൻറ്റിറ്റി എന്ന് പറയുന്ന കാര്യം. അപ്പോൾ നാട്ടിലെ ഉത്സവം സ്പോൺസർ ചെയ്യുന്ന ഒരു ഗൾഫുകാരൻ ഉണ്ടാകുക. അപ്പോൾ അതെല്ലാം അത്തരത്തിലുള്ള മേഖല മുഴുവനും വീണ്ടും സെലിബ്രേഷൻ്റെ ലോകങ്ങൾ അങ്ങ് ഉണ്ടായി വരും. അപ്പോൾ ഈ ധനം വന്നത് വീട് വയ്ക്കുന്നത് പോലെ തന്നെയാണ് എല്ലാ അമ്പലവും പള്ളികളും എല്ലാം തന്നെയും നമ്മൾ നോക്കിയാൽ മതി. അങ്ങ് ഉത്സവം വളരെ അങ്ങ് വിപുലമായി എല്ലായിടവും ഉണ്ടായിരുന്നു. പക്ഷേ യഥാർത്ഥ പ്രശ്നം ഇത് അതിൻ്റെ ഗ്രൗണ്ടാണ്. ഇന്ന് നമ്മൾ കാണുന്ന ഈ ഒരു മാറ്റം ഉണ്ടായത് വടക്കേ ഇന്ത്യയിൽ BJP അധികാരത്തിൽ വരുന്നതന്നെ. അതാദ്യം വാജ്പേയി അധികാരത്തിൽ വരുമ്പോൾ തൊട്ട് വലിയൊരു ഷിഫ്റ്റാണത്. അതുവരെ അത് സംഭവിച്ചിട്ടില്ല. അധികാരമുള്ളിടത്തേക്ക് ആളുകൾ ചാഞ്ഞു നിൽക്കുക എന്ന് പറയുന്നത്, ഇയാൾ ഈ നേരത്തെ പറഞ്ഞ ഈ ഇടത്തരക്കാരെന്ന് പറയുന്നവരുടെ എണ്ണം കൂടുതലുണ്ടോ അവർ മാറി നിൽക്കും. രണ്ട് കാര്യങ്ങളൊക്കെ നടന്നു പോകണം എന്നുള്ളതല്ലാതെ മറ്റൊന്നും അവർക്ക് സത്യത്തിൽ ആവശ്യമില്ല. കാരണം അവർക്ക് ഓൾറെഡി ജീവിതത്തിന് അടിസ്ഥാനമായ ആവശ്യങ്ങളെല്ലാം നിറവേറ്റി കഴിഞ്ഞിട്ടുണ്ടാവും. അങ്ങനെയാണ് ഈ ഇടത്തരക്കാർ എന്ന് പറയുന്നത്. ഇവിടുത്തെ നമ്മുടെ നാട്ടിലെ ഭൂപരിഷ്കരണവും ആ ഇടത്തരക്കാരെ ഇഷ്ടം പോലെ ഉണ്ടാക്കിയെടുക്കാൻ സഹായിച്ചിട്ടുണ്ട്. ഇവിടുത്തെ ഉദ്യോഗസ്ഥ വിഭാഗത്തിൻ്റെ കയ്യിൽ മുഴുവനും 1 ഏക്കർ ഭൂമി തൊട്ട് ഒരു 5 ഏക്കർ ഭൂമി വരെയുള്ള അവരൊരു കൃഷി ശരിക്കും ചെയ്യുകയില്ല. കാരണം അവർക്ക് വേറൊരു വരുമാനം ഉദ്യോഗവുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാകും. അധ്യാപകരായാലും ശരി, ഉദ്യോഗസ്ഥരെ NGO എന്ന് പറയുന്നവർ മുഴുവൻ ഇവരെല്ലാവരും അങ്ങനത്തെ ആ ഒരു ട്രാൻസ്ഫർമേഷൻ ഉണ്ടായി. അതാണ് അതിൻ്റെ എന്താണ് മാർക്സിൻ്റെ ഭാഷയെ പറഞ്ഞാൽ
ഭൗതിക അടിത്തറ. ഈ ഇടത്തരക്കാരായിരിക്കുന്ന ആൾക്കാർക്ക് എല്ലാവരും ഭൂമിയുള്ളവരായിട്ട് മാറുകയും, എന്നാൽ അത് കൃഷിക്കാരായിട്ട് അവർ മാറാതെ അത് ഓണർഷിപ്പിലിരിക്കുകയും ഒക്കെ ചെയ്യുന്ന ആൾക്കാരായിട്ട് അവർ മാറുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് ഈ ഒരു ട്രാൻസ്ഫർമേഷനകത്താണ് ഈ സെൻട്രൽ ഗവൺമെൻറ്റിൽ അധികാരത്തിൽ വരുമ്പോൾ അധികാരത്തിൽ വരുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയോടൊപ്പം നിൽക്കുക എന്ന് പറയുന്നത് ജനങ്ങൾ സ്വാഭാവികമായിട്ട് ചെയ്യുന്നതാണ്. റെസിസ്റ്റ് ചെയ്യുന്നൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇപ്പം അടുത്ത 3 തവണ അടുപ്പിച്ച് BJP അധികാരത്തിൽ വന്നത് കാണുമ്പോൾ ആ റെസിസ്റ്റൻസിന് കുറവ് വരും. അത് നമ്മളങ്ങനെ തന്നെ മനസ്സിലാക്കണം. ഇവിടെ ഈ കേരളത്തിനകത്ത് കിടന്ന് പറഞ്ഞാൽ കുടത്തിൽ കിടന്ന് തപ്പിയിട്ട് കാര്യമില്ല. ഇതിന് മുഴുവനും കൂടെ ഉത്തരം. പുറത്ത് വേറെ സ്ഥലമുണ്ട്. വടക്കേ ഇന്ത്യയിൽ നടക്കുന്ന വലിയ മാറ്റങ്ങൾ ഇന്ത്യക്കകത്തെ ഒരു ഘടകമായിട്ട് കേരളം നിലനിൽക്കുന്നു എന്നുള്ളതും അത് സാമന്തരാജ്യം പോലെ കീഴ്പ്പെട്ട് നിൽക്കുന്ന ഒരു രാജ്യം പോലെയാണ് നിൽക്കുന്നത്. മലയാളികൾ ഒരിക്കലും ഒരു രാജ്യം എന്ന് പറഞ്ഞാൽ ഒരു മഹാരാജ്യത്തിനകത്ത് ജീവിച്ചിട്ടുള്ളവരല്ല. നാട്ടുരാജ്യങ്ങൾ എന്ന് പറയുന്ന ഒരു 4 എണ്ണത്തിനകത്ത് ജീവിച്ചവരാണ്. തമിഴർക്കുണ്ടായിരിക്കുന്ന ഒരു ഐഡൻറ്റിറ്റി ഒരിക്കലും മലയാളിക്ക് ഉണ്ടായിട്ടേ ഇല്ല. അവരെല്ലാവരും വടക്കൻ കേരളത്തിലുള്ളവർ, തെക്കൻ കേരളത്തിലുള്ളവർ, മധ്യ കേരളത്തിലുള്ളവരെയൊക്കെ തന്നെ രണ്ടാമതായിട്ട് കാണുന്ന തരത്തിലുള്ള ഒരു മലയാളി ബോധമേ രാജാവില്ലാതിരുന്ന കാരണം കൊണ്ട് കഴിഞ്ഞാൽ മഹാരാജ്യം എന്നൊക്കെ പറയുന്ന ഇവിടുത്തെ മഹാരാജാവ് എന്നൊക്കെ ആൾക്കാർ വിളിക്കുന്നെങ്കിലും കന്യാകുമാരി തൊട്ട് അരുക്കുറ്റി വരെയുള്ളതായിരുന്നു ഏറ്റവും വലിയ മഹാരാജ്യം. തമിഴ്നാട്ടിലിറങ്ങി നമ്മളിങ്ങനെ നോക്കിയാൽ കണ്ണെത്താത്ത ദൂരത്തിലാണ് അവിടെ രാജ്യങ്ങൾ കിടന്നിരുന്നത്. ആന്ധ്ര, അതുപോലെ തന്നെ ടിപ്പുവിൻ്റെ അല്ലെങ്കിൽ മൈസൂർ രാജാക്കന്മാരുടെ ആ നിലവാരത്തിലുള്ളൊരു രാജ്യം രൂപപ്പെട്ടിട്ടുമില്ല. അങ്ങനത്തെ ഒരു ഐഡൻറ്റിറ്റി നമുക്കുണ്ടായിട്ടേ ഇല്ല. ഒരു മലയാളി ആയിരിക്കുക എന്ന് പറയുന്നതിനകത്ത് ഞാൻ മലയാളിയാണെന്ന് അഭിമാനിക്കുന്ന അല്ലെങ്കിൽ ഭാഷയിൽ അഭിമാനിക്കുന്നവരൊക്കെ ആയിട്ടുള്ള ആളുകളൊക്കെ വളരെ കുറവാണ്. കുറച്ച് സാഹിത്യകാരന്മാരൊക്കെ മലയാളത്തിനെ പറ്റി പറയുകയൊക്കെ ചെയ്യുമ്പോഴും അവരുടെ മക്കളെയെല്ലാം ഇംഗ്ലീഷ് മീഡിയത്തിൽ വിടുന്നവർ തന്നെ, അല്ലാതെ മൂച്ചൊന്നും ഉള്ളവരല്ല. അപ്പം അത് നമുക്ക് എങ്ങനെ കാണേണ്ടതുണ്ട്. അപ്പം അങ്ങനത്തെ ഒരു ഫ്ലൂയിഡായിട്ടുള്ള ഒരു ഐഡൻറ്റിറ്റിയും കൂടെ ഉണ്ടായിരുന്നു. പിന്നെ ഏതെങ്കിലും ഒരു ജാതിയോടോ മതത്തിനോടോ ബന്ധപ്പെട്ട വീടുകളെ ലോകത്തുള്ളൂ. അത് കേരളത്തിനും അങ്ങനെ തന്നെയാണ്. പക്ഷേ നാരായണ ഗുരുവിൻ്റെ മൂവ്മെൻറ്റും സ്വാതന്ത്ര്യ സമരത്തിൻ്റെ മൂവ്മെൻറ്റും ഒരു ചെറിയ തോതിലായാലും യുക്തിവാദി അയ്യപ്പൻ്റെ നേതൃത്വത്തിലുണ്ടായിരുന്നൊരു മൂവ്മെൻറ്റും പിന്നെ ഇൻ്റർനാഷണൽ കൺസെപ്റ്റുകളായിട്ട് നിൽക്കുന്ന കമ്മ്യൂണിസ്റ്റ് മൂവ്മെൻറ്റ്, ഇതൊക്കെ എല്ലാം കൂടെയാണ് കേരളത്തിലുണ്ടായത്. ഇതൊന്നും തന്നെ വീണ്ടും ഈ മലയാളി എന്ന് പറയുന്ന ഒരു ഐഡൻറ്റിറ്റിക്ക് രൂപപ്പെടുത്താനായിട്ട് സാധിച്ചിട്ടില്ല. നമ്മളൊരു മിനിമം ഒരു ദേശീയ പൗരൻ, അത് കഴിഞ്ഞാൽ ലോക പൗരൻ, ഇങ്ങനെയുള്ള ഐഡൻറ്റിറ്റികളാണ് നമുക്കുണ്ടായിട്ടുള്ളത്. അതിനകത്താണ് ഞാൻ ഈ പറഞ്ഞ ഷിഫ്റ്റ് ഉണ്ടാകുന്നത്. കേന്ദ്ര ഗവൺമെൻറ്റിനകത്ത് അധികാരം തുടർച്ചയായിട്ട് നമ്മളിവിടെ ഇങ്ങനെ പിടിച്ചു നിന്നിട്ട് വലിയ കാര്യമില്ലെന്ന് തോന്നുന്ന തരത്തിൽ മാറിപ്പോയിരിക്കുന്ന ഒരു സ്ഥലമാണ്. അതിനകത്താണ് നമ്മൾ ഇന്ന് കാണുന്ന നിലവാരത്തിൽ. അതേസമയം കൾച്ചറലായിട്ട് ഇപ്പോഴും മലയാളിക്ക് അങ്ങനെ മറ്റുള്ളവരെ വെറുക്കാനായിട്ട്, മറ്റ് മതസ്ഥരെ വെറുക്കാനായിട്ടോ ഒന്നും കഴിയില്ല. അങ്ങനെ അല്ല അത്. ഇപ്പം തൃശ്ശൂർ പൂരം നടത്തുന്നത്, അതിന് ചുറ്റും കച്ചവടം നടത്തുന്ന ക്രിസ്ത്യൻസാണ് അത് നടത്തുന്നത്. അല്ലാതെ അവിടുത്തെ അമ്പലത്തിൽ തൊഴാൻ പോകുന്നവർ നടത്തുന്നതല്ല. അപ്പം ഇതൊക്കെ നമ്മൾ അങ്ങനെ മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു സ്ഥലത്ത് നിന്നാണ് ഇന്നിപ്പം നമ്മൾ ഈ കാണുന്ന, ഇപ്പോൾ റെസിസ്റ്റ് ചെയ്ത് അർത്ഥശൂന്യത അനുഭവിച്ചിട്ടുണ്ടായിരിക്കുന്ന ഒരു ട്രാൻസ്ഫോർമേഷൻ മാത്രമേ നമ്മൾ ഈ പറയുന്ന, അപ്പോൾ പോലെ നമുക്ക് അറിയാം എല്ലാ വീട്ടിലും കാശെത്തിച്ചു കൊടുക്കുന്ന ഒരു BJP രാഷ്ട്രീയ പ്രവർത്തനമാണല്ലോ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കൈമടക്ക് കൊടുക്കുന്നവരാണല്ലോ ഇലക്ഷൻ വോട്ട് ചെയ്യാനായിട്ട്. അത് നമ്മൾ അങ്ങനെ മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ അതുകൊണ്ട് 1-2 സീറ്റൊക്കെ അവർക്ക് കിട്ടിയാലും ആ ലെവലിൽ കേരളം മാറിയിട്ടൊന്നുമില്ല. നമ്മൾ അങ്ങനെ പേടിക്കണ്ട. നമ്മുടെ ചായക്കടകളിലും ബാർബർ ഷോപ്പുകളിലും വായനശാലകളിലും ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബുകളിലും ഒക്കെ എല്ലാവരും വന്നിരുന്ന് ഒന്നിച്ച് കൂടിയിരിക്കുന്ന സ്ഥലം തന്നെയാണ്. ഗെറ്റോൈസേഷൻ എന്ന് പറഞ്ഞ് വടക്കേ ഇന്ത്യയിൽ നമ്മൾ കാണുന്ന വലിയ നഗരത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഏതെങ്കിലും ഒരു ജാതിക്കാരനോ മതക്കാരനോ നിൽക്കുന്നത് പോലുള്ള സാധനം കുറവാണ്. ഇവിടെ നമുക്ക് അല്പം ഒരു ഗെറ്റോൈസേഷൻ ഉണ്ടാക്കിയത്
ലക്ഷം വീട് കോളനി ഉണ്ടാക്കിയിട്ട് ദളിതരെ ഒരു മൂലയ്ക്കാക്കിയതാണ്. അത് കമ്മ്യൂണിസ്റ്റുകാർ ചെയ്തൊരു ദ്രോഹവും കൂടെ. അല്ലാതെ സാധനങ്ങൾ വളരെ കുറവാണ്. കാരണം ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കേരളം തന്നെ ഒരു സവിശേഷമായ മേഖലയാണ്. കാരണം എവിടെയെങ്കിലും ഒരു ഗ്രാമം എന്ന് പറയുന്നതിന് എഴുതി വെച്ചാലേ തീരത്തുള്ളൂ. അടുത്ത ഗ്രാമം ആരംഭിച്ചു. മറ്റേ ഇപ്പോൾ തമിഴ്നാട്ടിലോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഗ്രാമം തീർന്നത് എല്ലാവർക്കും കാണാൻ പറ്റും. ഇത് തിരുവനന്തപുരത്തെ ഉള്ള ഒരു ഗ്രാമത്തിൽ കൂടെ നമ്മൾ നടന്ന് കാസർഗോഡ് ചെന്നാലും ഗ്രാമം തീരത്തില്ല. അല്ല, ഗ്രാമമാണ് മുഴുവൻ. അതിൻ്റെ നടുവിൽ കൊച്ചു പട്ടണങ്ങളാണ് നമ്മുടെ നഗരം എന്നൊക്കെ പറയുന്നത്. ആകെപ്പാടെ 4 സ്ട്രീറ്റ് ആണ് നഗരത്തിൻ്റെ ലക്ഷണമുള്ളത്. ആ കപ്പൽശാലയുള്ള കൊച്ചി ചെന്നാൽ നഗരമുണ്ട് എന്ന് തോന്നുന്നു. പക്ഷെ അവിടുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു കഴിഞ്ഞാൽ തീർന്നു പോകും. പട്ടണമാണ് നമുക്ക് സത്യത്തിലുള്ളത്. നഗരം രൂപപ്പെടുന്നേ ഉള്ളൂ. കൊച്ചിയാണ്. കേരളം ഒരു പട്ടണമായിട്ട് മാറും. കേരളം മുഴുവനും കൂടെ പട്ടണമായിട്ട് മാറുന്ന, അല്ലെങ്കിൽ കേരളം മുഴുവൻ കൂടെ നഗരമായി മാറുന്നേ ഉള്ളൂ. കാര്യം നമുക്കൊരിക്കലും അതിരില്ലാത്ത, ഗ്രാമങ്ങൾക്ക് അതിരില്ലാത്ത, എഴുതി വെച്ചിട്ട് മാത്രം അതിലുണ്ടായ ഗ്രാമങ്ങളേ ഉള്ളൂ. അത് വേറെ ലോകത്തെങ്ങും ഇല്ല. അത് വളരെ സവിശേഷമായിട്ടുള്ള ഒരു കാര്യമാണ്. അത് ഈ പണ്ട് ആളുകളെ സ്ഥലം നോക്കാനായിട്ട്, വീട് വയ്ക്കാനായിട്ട് വന്ന് ചോദിക്കുമ്പോൾ അവിടെ പോയി താമസിക്കാമെങ്കിൽ സ്ഥലം തരാമെന്ന് പറഞ്ഞിങ്ങനെ ഒറ്റപ്പെടുത്തി പോയി ഗ്രാമരൂപം. നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒരു ഗ്രാമം ശരിക്ക് കാണണമെന്നുണ്ടെങ്കിൽ പാലക്കാട് പോകണം. പ്രത്യേകിച്ച് അവിടുത്തെ രഥ നടത്തുന്നിടത്ത് എന്നാൽ അപ്പോൾ നമുക്ക് ഇങ്ങനെ അടിങ്ങിയ വീടുകളെല്ലാം കൂടെ ഇരിക്കുന്ന സ്ട്രീറ്റൊക്കെയുള്ള. ബാക്കി നമ്മൾ കൊച്ചു പട്ടണത്തിൻ്റെ സ്ട്രീറ്റിൽ മാത്രമേ അത്ര അടുത്ത് അതെല്ലാം ഈ കച്ചവട സാധനങ്ങളുമാണ്. മറ്റേത് വീടുകളെന്ന് പറയുന്നത് ചുറ്റിനും പറമ്പ് വേണം, വേലി വേണം. അങ്ങനെയുള്ള വീടുകളെ കേരളത്തിലുള്ളൂ. അല്ലാതെ ഒരു വീട് വേറൊരു വീടിനെ മുട്ടി നിൽക്കുന്ന, തമിഴ്നാട്ടിൽ അങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ അപ്പം നമ്മൾ കാണാം ക്ലസ്റ്റർ ചെയ്യും. ആ ക്ലസ്റ്റർ ചെയ്യാത്ത ഒരു സവിശേഷ മേഖലയുള്ളതാണ് കേരളം. ഇതൊന്നും ആരെങ്കിലും ചെയ്തതല്ല. ഇത് പണ്ട് തൊട്ട് ഇങ്ങനെ രൂപപ്പെട്ട് വന്നതാണ്. അതെനിക്ക് എനിക്ക് അത് എങ്ങനെ ഉണ്ടായി എന്നുള്ളത്, ഭൂവുടമകളായിരുന്ന ആൾക്കാർ ഒരു കുടികിടപ്പുകാരനെ ഉണ്ടാക്കുമ്പോൾ അയാളോട് ഇന്ന പറമ്പിൽ പോയി നീ അത് കാവക്കാരനായിട്ട് നോക്കാമെങ്കിൽ നിനക്ക് അവിടെ താമസിക്കാൻ സ്ഥലം തരാം എന്ന് പറഞ്ഞിട്ടെങ്ങാണ്ടായി പോയതാണ് ഒന്ന്. അല്ലാതെ മനുഷ്യ സ്വഭാവത്തിൽപ്പെടുന്നതല്ലത്. അപ്പോൾ അത് മെനക്കെട്ടുണ്ടാക്കിയതാണ്. പക്ഷെ അത് ഇന്ന് ഉണ്ടായതല്ല. ബ്രിട്ടീഷുകാർ എഴുതുന്നുണ്ട് അവർ ഇങ്ങനത്തെ ഒരു ഫിനോമിന കാണുന്നതായിട്ട്. അതേപോലെ തന്നെ അന്നും ഏറ്റവും കൂടുതൽ ആത്മഹത്യ നടന്നിട്ടുള്ള ഒരു സ്ഥലമാണ് കേരളം. ഇതൊക്കെ നമ്മൾ ഇതിൻ്റെ കൂട്ടത്തിൽ മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ ഒറ്റപ്പെട്ട് ഡിപ്രസീവ് ആയിട്ടിരിക്കുന്ന മനുഷ്യർ ഇഷ്ടം പോലെ ഉണ്ടാകും. ഒരു വിഷമം വരുമ്പോൾ അയലത്ത് കൂവി വിളിച്ചിട്ട് വരുത്തുന്ന അയലേ ഉള്ളൂ. വിഷമം വരുന്നവൻ അങ്ങനെ കൂവി വിളിക്കത്തില്ല. ജോലിക്ക് ആളെ വിളിച്ച് കൂട്ടാനായിട്ട് വേണ്ടി കൂവുന്നവരായിരുന്നു നമ്മൾ. അപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങളും കൂടി ഇതിൻ്റെ കൂട്ടത്തെ നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് അയലത്തുള്ള ആരായാലും അവർ വേണമായിരുന്നു. അപ്പോൾ ഏതെങ്കിലും ഒരു ജാതിക്കൂട്ടം ഒരിടത്ത് നിൽക്കുക, അല്ലെങ്കിൽ ഒരു മതക്കൂട്ടം ഒരിടത്ത് നിൽക്കുക എന്ന് പറയുന്നത് വളരെ കുറവാണ്. ഇത് ഒരു പ്രദേശത്തൊക്കെ ഒരു അതിപ്പം കോട്ടയം ഭാഗം, പത്തനംതിട്ട ഭാഗത്ത് ക്രിസ്ത്യൻസ് കൂടുതലുണ്ട് എന്ന് പറയുന്ന പോലെ, മലബാർ ഭാഗത്ത് മലപ്പുറത്ത് കുറച്ച് മുസ്ലിംസ് കൂടുതലുണ്ട് എന്ന് പറയുന്ന നിലവാരത്തിൽ അപ്പോഴും നമ്മൾ നോക്കിയ എല്ലാ വിഭാഗങ്ങളും അവിടെ തന്നെ എല്ലാവരുമായിട്ട് ചേർന്ന് കലർന്ന് നിൽക്കുന്ന തരത്തിലാണ്. അല്ല, ഗെറ്റോയിസേഷൻ എന്ന് പറയുന്ന സാധനം ഉണ്ടായിട്ടില്ല. ഇത് നമ്മൾ പ്രത്യേകിച്ച് കേരളത്തിനെ പറ്റി പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സ്ഥലമാണ് അത്. അങ്ങനത്തെ ഒരു അടിസ്ഥാനപരമായിട്ട് ആളുകൾ കലർന്ന് നിന്നിരുന്ന, കളിക്കളങ്ങളിൽ ഒന്നിച്ചു കൂടുന്ന, ഉത്സവങ്ങളിൽ ഒന്നിച്ചു കൂടുന്ന, കല്യാണങ്ങളിൽ ഒന്നിച്ചു കൂടുന്ന ഒക്കെ ആയിട്ടുള്ള, നമുക്ക് എല്ലാ സെലിബ്രേഷനും ആൾക്കാർ അവരുടേതായിട്ട് ഇത് ഞങ്ങളുടേതല്ല എന്നൊക്കെ പറയുന്ന ഈ വാക്കുകളൊക്കെ ഇതേണ്ട ഈ കഴിഞ്ഞ ഒരു 10-15 വർഷത്തിനകത്താണ് നമ്മുടെ ഉത്സവം എന്നും നിങ്ങളുടെ ഉത്സവം എന്നൊക്കെ പറയുന്ന ഭാഷയൊക്കെ ഉണ്ടായി വരുന്നത്. ഇത് പ്രകടമായി ജാതീയമായ ഐഡൻറ്റിറ്റിയോ അല്ലെങ്കിൽ മതപരമായ ഐഡൻറ്റിറ്റിയോ പറയുന്നതിനകത്ത് ലജ്ജ തോന്നാത്തത് ഈ വടക്കേ ഇന്ത്യയിൽ ഇവർ ഭരിക്കാൻ തുടങ്ങിയതാണ്. അത് സംഭവിച്ചിട്ടുണ്ട്. അത് കേരളത്തിലും സംഭവിച്ചിട്ടുണ്ട്. ഇന്ത്യ മുഴുവൻ സംഭവിച്ചിട്ടുണ്ട്. അത് ട്രാൻസ്ഫർമേഷനാണ്, അല്ലെന്ന് വിചാരിക്കണ്ട.
ഇപ്പം നിർദ്ദയമായി യാതൊരു മര്യാദയില്ലാതെ ഇസ്രയേൽ ചുറ്റുപാടുമുള്ള ആൾക്കാരോട് പെരുമാറുമ്പോൾ പണ്ടത് ചെയ്യാൻ മടിക്കുന്ന ഒരു സ്ഥലമുണ്ട്. അത് മാറിയിട്ടുണ്ട്. അത് ലോകവ്യാപകമായി ആ തരത്തിൽ മാറിയിട്ടുള്ളതിൻ്റെ ഇതിൽ വടക്കേ ഇന്ത്യയിൽ ഈ പശുവിൻ്റെ പേരും പറഞ്ഞ ആൾക്കാരെ തല്ലിക്കൊല്ലുന്നവരായിട്ട് മാറുന്നത് എല്ലാം ഈ പറയുന്ന ഒരു ട്രാൻസ്ഫോർമേഷൻ്റെ ലോകത്ത് വന്നിട്ടുണ്ട്. അത് അത് ഒരു അതിന് മുഴുവനെണ്ണത്തിൻ്റെയും കാരണം നമ്മൾ ഇതുവല്ലിരുന്ന് പറയുകയാണെങ്കിൽ ഇപ്പോൾ കേരളത്തിൻ്റെ കാര്യം മാത്രമായിട്ട് പറയാനൊക്കത്തില്ല. എങ്കിലും അതൊരു ലോക ട്രെൻഡുമാണെന്ന് കാണുന്നുണ്ട്. അത് സെക്കൻഡ് വേൾഡ് വാറിന് ശേഷം ഉണ്ടായിട്ടുള്ള ഒരു കാര്യമാണ്. അത് നമ്മൾ വേറെ തരത്തിൽ അത് മനസ്സിലാക്കണം. പക്ഷെ അതിനൊരുങ്ങിക്കിടക്കുന്ന ഒരു സ്ഥലവും കൂടാണ് കേരളവും. അപ്പോൾ പണ്ട് ആണെന്നുണ്ടെങ്കിൽ ഇപ്പം സോഷ്യൽ മീഡിയ വരുമ്പോൾ ചടയുന്ന എല്ലാവരുടെയും വാലെല്ലാം വീണ്ടും രണ്ടാമത് പ്രത്യക്ഷപ്പെട്ടു. ഞങ്ങളുടെ ഒരു പേര് മാത്രമല്ലേ എന്നൊക്കെ പറയുന്ന നിലവാരത്തിലുള്ള ന്യായങ്ങളൊക്കെ പറഞ്ഞിട്ട് പണ്ടാണെങ്കിൽ ആളുകൾ വാലുകൾ കളയുന്നവരായിരുന്നു. അപ്പോൾ അതിങ്ങനെ ഞങ്ങളുടെ ഒരു ഐഡൻറ്റിറ്റി പറയുന്നുണ്ട്, നിങ്ങൾക്കിപ്പോൾ എന്താ എന്ന് പറയുന്ന തലത്തിൽ ലജ്ജയില്ലാത്ത ഒരു വിഭാഗം ഉണ്ടായിട്ടുണ്ട്. നമ്മൾ ഇങ്ങനെ ജാള്യത തോന്നുക, ലജ്ജയാണ് ശരിക്കും പറഞ്ഞ വാക്ക്, നല്ലത് ലജ്ജയാണ്. ലജ്ജയില്ലാതെ ജാതിയും മതവും ഒക്കെ പറയാൻ പറ്റുന്ന ഒരു അന്തരീക്ഷം ഈ കഴിഞ്ഞ ഒരു 10 വർഷം കൊണ്ട്, അത് പ്രത്യേകിച്ച് മോദി അധികാരത്തിൽ വന്നതിന് ശേഷം അതിൽ അഭിമാനം കൊള്ളുന്ന ഇന്ത്യക്കാരൻ എന്ന് പറഞ്ഞാൽ ഹിന്ദു ആണെന്നും അയാൾ രാമായണം വായിക്കണമെന്നും അവിടുത്തെ അമ്പലത്തിൽ പോകണമെന്നൊക്കെ പറയുന്ന നിലവാരത്തിലുള്ള ഈ വളരെ പൊളിറ്റിക്കലായിട്ട് അവർ നിർമ്മിച്ചെടുത്തിട്ടുള്ള ഒരു സാധനം, അതിനെ റെസിസ്റ്റ് ചെയ്ത സമൂഹമാണ് കേരളം. ഞാൻ പറഞ്ഞില്ല, ഞാനൊരു 30 വർഷമായിട്ട് നമ്മൾ ഇത് കാണുന്നതാണ്. ഇന്ന് വരെ അത് ഒരു പൊളിറ്റിക്കലായിട്ടുള്ള ക്യാപിറ്റലൈസേഷന് കഴിയുന്നിടത്തേക്ക് അവരെത്തിയിട്ടില്ല. ഇപ്പോഴും നമ്മൾ നോക്കിയാൽ മതി. ഇനിയിപ്പോൾ ഈ ഇലക്ഷൻ കഴിയുമ്പോൾ 4 സീറ്റ് കിട്ടും എന്നാണല്ലോ ഇയാൾ ഇപ്പം എന്നോട് പറയുന്നത്. ഈ 4 സീറ്റ് എന്നൊക്കെ പറയുന്നത് 30 കൊല്ലം അവർ പണിഞ്ഞിട്ടുണ്ടായതും അത് ഈ സെൻട്രൽ ഗവൺമെൻറ് അധികാരത്തിൽ ഇരിക്കുമ്പോഴും ഉണ്ടാകുന്നതാണെന്ന് മറക്കരുത്. നമുക്കത് കാണുമ്പോൾ സങ്കടമൊക്കെ വരുന്നുണ്ട്. പണ്ട് ഞാൻ ആദ്യമായിട്ട് രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങിയ സമയത്ത് ഞാൻ എൻ്റെ വീട്ടിൻ്റെ അവിടുത്തെ ഇടതുപക്ഷക്കാരുമായിട്ട് സംസാരിക്കുമ്പോൾ അവർ പറയുന്നത്, അവിടെ ഒരു പാലമുണ്ട്, ആ പാലത്തിന് ഇപ്പുറത്ത് വരെ ഞങ്ങൾ കടത്തത്തില്ല എന്നൊക്കെ പറഞ്ഞു. അവരുടെ ഒരു സ്ഥലമുണ്ട്. ഇതുപോലുള്ള ഒരു തുരുത്താണ് ഈ കേരളം. ആ പാലത്തിന് ഇപ്പുറത്തോട്ട് നമ്മൾ കടത്തത്തില്ല. നമുക്കിങ്ങനെ കാണാം, തമിഴ്നാടിന് അപ്പുറത്ത് വരെ അത് എത്തിയിട്ടുണ്ട്. കന്നഡയിലും തെലങ്കാനയിലും എല്ലാം എത്തിയിട്ടുണ്ട്. ഇനി ആകെ ഉള്ള 2 തുരുത്താണ്. തമിഴർക്ക് പിന്നെ തമിഴ് ഐഡൻറ്റിറ്റി കൊണ്ടാണ് പ്രത്യേകിച്ചും പെരിയോറും ആ വിഭാഗത്തിൻ്റെ ഒരു രാഷ്ട്രീയ നിലപാട്. അവരെല്ലാവരും വിശ്വാസികൾ, അവരെല്ലാം വീട്ടിനകത്ത് സകലതും എല്ലാം ചെയ്യുന്നുണ്ടെങ്കിലും പൊതുവേ അത് സമ്മതിക്കാത്തവരാണ്. അതിൻ്റെ ഒരു റെസിസ്റ്റൻസ് പിന്നെ അവർക്ക് രാജ്യ അതിർത്തി, ഭാഷയോട് സ്നേഹമുള്ള, ശരിക്കും പറഞ്ഞാൽ രാജ്യത്തിനോട് കൂറുണ്ടായിപ്പോയ ജനതയാണ്. നമുക്കതില്ല. അതുകൊണ്ട് അവരെയും നമ്മളെയും കൂടെ വെച്ച നമ്മൾ വടക്കേന്ത്യക്കാരുടെ കൂടെ കൂടി പോകത്തേ ഉള്ളൂ. മലയാളി കാലുമാറാൻ നല്ല സാധ്യതയുള്ള ഒരു സ്ഥലമാണ്. അതുകൊണ്ട് ഈ ഐഡൻറ്റിറ്റിക്ക് ബലമില്ല. പക്ഷേ അപ്പോഴും നമ്മൾ കാണേണ്ടത്, ഇത്രയും വർഷമായിട്ട് കാശ് കൊടുത്ത് വോട്ട് മേടിക്കാൻ വരെ ഈ പറയുന്ന ഹിന്ദുത്വയ്ക്ക് കഴിഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ട് നമ്മളത് കണ്ട് വടക്കേ ഇന്ത്യയിലെ അധികാരം നഷ്ടപ്പെടുകയാണെന്ന് വെച്ചോ, ഇത് പോവും. ഇവിടെ ഉണ്ടാകുന്ന ഈ സാധനം അപ്പോൾ പോവും. അത് ആ ഷിഫ്റ്റ് നമ്മൾ ഇതുപോലെ അറിയണം. അല്ല, അത് പറയുന്നത് അവർ ഞങ്ങൾ അങ്ങോട്ട് പോകുമെന്ന് മാത്രമാണല്ലോ ആ വരി കൊണ്ട് പറയുന്നത്. ഞാനീ പറയുന്നത് അധികാരം ഇല്ലാതിരുന്ന ഞങ്ങൾക്ക് തുടരാൻ പറ്റത്തില്ല എന്ന് പറയുന്ന ന്യായമല്ലേ ഉള്ളത്. അല്ല വേറെ എന്താ പറയുന്നത്? അല്ല, ആ വാദം അങ്ങനെ പറയേണ്ടി വരുന്നു എന്നുള്ളതാണ്. അധികാരത്തിലില്ലാതിരുന്ന അധികാരം കൊണ്ട് കിട്ടാവുന്ന ആനുകൂല്യങ്ങളും പദവികളും മാത്രമാണ് അതിനെ അവിടെ യോജിപ്പിച്ച് നിർത്തുന്നത് നമുക്ക് കാണാമല്ലോ. അപ്പോൾ അതില്ലാതെ കുറേ നാൾ നിന്നാൽ പിന്നെ എങ്ങനെയാണ് പിന്നെ ഞങ്ങൾ തുടരുന്നത് എന്നുള്ള ചോദ്യമാണ് അതിനകത്ത് വരുന്നത്. അതുകൊണ്ട് ആശയപരമായിട്ട്
ഇന്ന് 2 ധ്രുവത്തിൽ നിൽക്കുന്ന സ്ഥലത്തൊന്നുമല്ല ഇപ്പോൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിനകത്ത് എടുത്താൽ നമ്മൾ ഇവിടുത്തെ കോൺഗ്രസ് എന്ന് പറയുന്നതും ഇവിടുത്തെ ഇടതുപക്ഷം എന്ന് പറയുന്നവർ ഒരു വശത്ത് നിൽക്കേണ്ടവരാണ്. പക്ഷേ ഇത്രയും വർഷമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എന്താണ് യുദ്ധം ചെയ്ത് ഇവിടെ ഇലക്ഷന് ജയിച്ച് മാറി മാറി ഭരിക്കുന്ന ആൾക്കാരായിരിക്കുന്നവർക്ക് ആ ഭരണം ഇല്ലാതിരിക്കാനായിട്ട് ആലോചിക്കാൻ വയ്യാത്തത് കൊണ്ട് മാത്രമാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിനകത്ത് ഒന്നിച്ച് നിൽക്കേണ്ട കാലത്തും അവർ വിഭജിച്ച് നിൽക്കാൻ ബാധ്യത വരും. അതുകൊണ്ട് അതിന് വേറെ ആന്തരികമായ കണ്ടന്റ് ഇല്ല ഇപ്പം നടക്കുന്ന ഇലക്ഷൻ. അത് കാരണം കൊണ്ടാണ് ആ ഫ്ലൂയിഡിറ്റി എപ്പോഴും നിൽക്കും. പക്ഷേ നേരത്തെ പറഞ്ഞാൽ അധികാരം ഉള്ളിടത്തോട്ട് ചാഞ്ഞു നിന്നാൽ നമ്മുടെ കാര്യങ്ങൾ നടക്കാനൊക്കത്തുള്ളൂ എന്ന് കാണുന്ന ഒരു സ്ഥലമുണ്ട്. പിന്നെ വളരെ തന്ത്രപൂർവ്വം ഈ പറഞ്ഞ കൾച്ചറലായിട്ടുള്ള പെനിട്രേഷൻ അവർ ചെയ്തു എന്ന് പറയുന്നത് പോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷൻസും, കോടതി, ഈ പോലീസ് സ്റ്റേഷൻ, അതുപോലെ നമ്മുടെ ED, CBI എന്നൊക്കെ പറയുന്ന ഇത് മുഴുവൻ ഉപയോഗിച്ചിട്ട് തന്നെയാണ് അല്പസ്വല്പം സ്വത്തുണ്ടാക്കിയ മുഴുവൻ മനുഷ്യരെയും മുൾമുനയും നിർത്തുന്ന നിലവാരത്തിൽ അവർ കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ FCRA എടുത്ത് കളയുന്ന സാധനത്തിനകത്ത് RSSുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ സംഘടനയ്ക്കും FCRA ഉണ്ടാവും. അവർക്ക് കാശ് കൊണ്ടുവരുന്നതിന് ഒരു തടസ്സവും വരത്തില്ല. ആ കാശ് കൊണ്ട് മാത്രം കഴിഞ്ഞുകൊണ്ടിരിക്കുന്നവരാണ് ഇവിടുത്തെ പള്ളിക്കാർ. അത് 2 പള്ളി, ഇസ്ലാമായാലും മറ്റേതായാലും, ഒന്ന് ഗൾഫിൽ നിന്ന് വരുന്ന കാറ്റും മറ്റേത് യൂറോപ്പിൽ നിന്നും അമേരിക്കയിൽ നിന്നും വരുന്ന കാശ് കൊണ്ടാണ് ഇവിടുത്തെ പള്ളികളെല്ലാം ഓടിക്കണത്. ഇവിടുത്തെ ആൾക്കാരും പള്ളി പോകാതായിരിക്കുകയും അവർ നാട് വിട്ടു പോവുകയൊക്കെ ചെയ്തിരിക്കുന്ന അവസ്ഥയാണ്. അപ്പം കാശ് ഇതുവരെയും ഈ ഇവിടുത്തെ ഇപ്പം യൂറോപ്പിലെ പള്ളികളെല്ലാം പൂട്ടി പോകുമ്പോൾ ഇവിടെ പൂട്ടാതിരിക്കുന്നത് ഈ നേരത്തെ ഞാൻ പറഞ്ഞ കുറച്ച് കാശുമായിട്ട് വന്നാൽ അവിടെ ഉത്സവം നടത്താമെന്ന് പറയുന്നതിൻ്റെ യുക്തിയും അതുപോലുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. പക്ഷേ യഥാർത്ഥ പണം കിട്ടിയിരുന്നത് ഇൻ്റർനാഷണലായിട്ട് കിട്ടിയിരുന്ന കാശാണ്. അതവർ FCRA കൊണ്ട് അത് പൂട്ടാൻ പോവുക. സ്വാഭാവികമായിട്ടും പിന്നെ ഇവിടുത്തെ പള്ളിക്കാരിലിരിക്കുന്നവരുടെ അധികാരത്തിലിരിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ കാറും ഒക്കെ ആയിട്ട് നടക്കണമെന്ന് ആലോചിച്ചാൽ ഇവരുമായിട്ട് കോംപ്രമൈസ് ചെയ്തേ പറ്റൂ. അതല്ലാതെ അവർക്കെന്താ വഴി? വെറുതെ ഒന്ന് ആലോചിച്ച് നോക്കി. ഇയാളിപ്പോൾ ഇവിടുത്തെ ലോക്കൽ ബിഷപ്പാണെന്ന് വെക്കും, ഇയാൾ എന്തോ ചെയ്യും? നമ്മൾ അങ്ങനെ മനസ്സിലാക്കണം. അപ്പം അങ്ങനെ വളരെ ഒരു ആശയപരമായി യോജിപ്പൊന്നും ഇല്ലെങ്കിലും അതിനൊന്നും ഇല്ലെങ്കിലും കീഴടങ്ങാൻ ബാധ്യത വരുന്ന ഒരു ജനതയെ ലോകത്ത് അവർ ഇവിടെ സൃഷ്ടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് കേരളത്തിനകത്ത് അങ്ങനെ നിന്നിരുന്നത്, അതുപോലെ തന്നെ സ്വാതന്ത്ര്യ സമരവുമായിട്ട് ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ശ്രീനാരായണ പ്രസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ യുക്തിവാദി പ്രസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ടോ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഈ കൊച്ചു ഐഡൻറ്റിറ്റികളുമായിട്ട് പറയുന്നത് അപമാനമായിട്ടിരുന്നത് മാറ്റാൻ കഴിഞ്ഞ, ലെജിറ്റിമേഷൻ കൊടുക്കാൻ കഴിഞ്ഞത് BJP അധികാരത്തിൽ വന്നുകൊണ്ടാണ്. ഇത് 2-3 സാധനങ്ങൾ ഒന്നിച്ച് ചേർന്നാണ് നമ്മൾ ഇന്ന് കാണുന്ന മലയാളികളുണ്ടായിട്ടുള്ളത്. മറ്റൊന്നുള്ളത്, 2 വലിയ രാഷ്ട്രീയ പാർട്ടിയാണ് ഇവിടെ ഉള്ളത്, കോൺഗ്രസ് പാർട്ടിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും. ഇത് രണ്ടിനകത്തും ഇവിടുത്തെ നായന്മാരെന്ന് പറഞ്ഞവരും ഈഴവരെന്ന് പറഞ്ഞവരും തമ്മിലുള്ള പവർ സ്ട്രഗിൾ നിലനിൽക്കുന്ന സ്ഥലമാണ്. ആ 2 എണ്ണത്തിനകത്തും ഉണ്ടായിരുന്ന ധനമുണ്ടായ ഈ 2 വിഭാഗവും അതിനകത്ത് സ്ഥാനം കിട്ടത്തില്ലെന്നുണ്ടെങ്കിൽ പോയി നിൽക്കാൻ പറ്റുന്ന ഒരിടമായിട്ട് ഇന്ന് BJPയെ കാണുന്നു. അതുകൊണ്ടാണ് വെള്ളാപ്പള്ളി അയാളുടെ മോനും കൂടെ ആ പാർട്ടിയൊക്കെ നടത്തുന്നത് അങ്ങനെയാണ്. അപ്പം അതങ്ങനെ അങ്ങ് മനസ്സിലാക്കിയാൽ മതി. 2 വിഭാഗത്തിനകത്ത് ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു കൂടുതൽ ഈഴവരുടെ വിഭാഗത്തിനകത്ത് ധനം ഉണ്ടായിരിക്കുന്ന വിഭാഗമാണ് BJP പോയി നിൽക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. കൂടുതൽ ഹിന്ദുക്കളാണ്, റോഡെ നടത്താൻ പറ്റാതിരുന്ന പാർട്ടികളാണ്. പക്ഷെ ധനം ഉണ്ടായിക്കഴിഞ്ഞാൽ അങ്ങനല്ലല്ലോ. അപ്പം ജാതി മാറണം എന്ന് പറഞ്ഞ എൻ്റെ മേലിലുള്ള ജാതി മാറണം എന്നുള്ളതേ ഉള്ളൂ, താഴെയുള്ളവരെല്ലാം ജാതിയിൽ തന്നെ തുടരണം. അങ്ങനെയാണ് മലയാളിയുടെ ഐഡൻറ്റിറ്റി. ജാതിയെ പറ്റിയുള്ള സങ്കല്പം എന്ന് പറഞ്ഞാൽ മുകളിലുള്ള അധികാരമുള്ള ജാതി വേണ്ട, നമ്മളെല്ലാം മുകളിലുള്ള ജാതിക്കാരുമായിട്ട് കല്യാണം കഴിച്ച് കഴിയുക, താഴെയുള്ളവരുമായിട്ട് പറ്റത്തില്ല, താഴെയുള്ളവരുമായി പറ്റത്തുമില്ല. ഇങ്ങനെയാണ് അതിൻ്റെ സിസ്റ്റം തന്നെ. അപ്പം അല്പം ധനവും സാധനവും എല്ലാം ഉണ്ടായിക്കഴിഞ്ഞാൽ നായന്മാർ ബ്രാഹ്മണരാകാനായിട്ട് ശ്രമിക്കും, ഈഴവരും നായർ ബ്രാഹ്മണൻ എന്ന് പറയുന്ന മാറാനായിട്ട് ശ്രമിക്കും.
ഇതൊന്നും ഒരു സംശയം നമുക്ക് വേണ്ട. ഇതൊക്കെ നമുക്ക് കാണാം. ഒറ്റ നോട്ടത്തിൽ തന്നെ നമുക്ക് കാണാൻ പറ്റും. ഈ ആൾക്കാരെല്ലാവരും അവരുടെ അത്തരത്തിലുള്ള അല്പത്തമുള്ള ഐഡന്റിറ്റികൾക്ക് വേണ്ടി സ്ട്രഗിൾ ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പം ഇതൊക്കെയാണ് ഈ ഒരു കേരളത്തിനകത്തെ സ്ട്രക്ചറലായിട്ട് നമ്മളെടുത്ത് പരിശോധിച്ച് നോക്കിയാൽ ഈ ജാതികളിലുള്ള ഫ്ലൂയിഡിറ്റി അതിൻ്റെ ഭൗതികമായ യഥാർത്ഥത്തിലുള്ള ഞാൻ എവിടുന്നാണ് അതിൻ്റെ എക്കണോമിക്സ് വരുന്നതെന്നുള്ള കാര്യമാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. എല്ലാവരും കുറച്ച് പഠിച്ച് സ്കിൽഫുൾ ആയിട്ടുള്ള ആൾക്കാർ ലോകവ്യാപകമായി പോയി. അവിടുന്ന് നമ്മൾ ശരിക്കും പറഞ്ഞാൽ കേരളത്തുകാരനെ എക്സ്പോർട്ട് ചെയ്തത് ഹ്യൂമൻ റിസോഴ്സാണ്. നമ്മുടെ ഏറ്റവും വലിയ ഫാക്ടറി സ്കൂളാണ്, അല്ല മറ്റേതല്ല. ഇവിടുന്ന് ആളുകളെ എക്സ്പോർട്ട് ചെയ്ത് അവരുണ്ടാക്കുന്ന വരുമാനം കൊണ്ട് കേരളത്തിലേക്ക് കൊണ്ടുവരുന്നതാണ്. അതേസമയത്ത് വലിയ പൊല്യൂട്ടിംഗ് ആയ ഫാക്ടറികളൊന്നും കേരളത്തിൽ ആരംഭിക്കുന്നത് ആളുകൾ ഈ വ്യവസായം വരാതിരിക്കുന്നതെന്ന് കേരളത്തിൽ എന്തോ ഒരു പ്രശ്നം കൊണ്ട് മാത്രമാണ്. ഇവിടെ ഏറ്റവും കൂടുതൽ വിലയുള്ള ഭൂമിയാണ്, ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള സ്ഥലമാണ്. ഒരു വലിയ ഇൻഡസ്ട്രിയൊക്കെ ആരംഭിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പൊല്യൂഷനൊന്നും താങ്ങാനേ പറ്റത്തില്ല, എല്ലാം പൂട്ടിപ്പോകാനേ പറ്റുള്ളൂ. കാരണം ഇവിടുത്തെ സ്വാഭാവികമായിട്ട് ജനങ്ങൾ റെസിസ്റ്റ് ചെയ്യും. അപ്പോൾ അതൊക്കെയാണ് ആ നിലവാരത്തിലുള്ള ഇൻഡസ്ട്രിയലൈസേഷൻ. ഇവിടെ തന്നെ കേരളത്തിനകത്ത് പണമുള്ളവർ മുഴുവനും തമിഴ്നാട്ടിൽ പോയിട്ടാണ് ഇൻഡസ്ട്രിയലൈസേഷൻ തുടങ്ങുന്നത്, അല്ലെങ്കിൽ കർണാടകത്തിൽ പോയിട്ടാണ്. അത് ഇതുകൊണ്ടാണ് ഏറ്റവും ചീപ്പ് ലേബർ അവിടുന്ന് കിട്ടും, തമിഴ്നാട്ടിൽ നിന്ന് കിട്ടും, കർണാടകത്തിൽ നിന്ന് കിട്ടും. കേരളത്തിൽ അത് കിട്ടത്തില്ല. ഇതുപോലുള്ള ഏരിയകളും കൂടെ ഉണ്ട്. ഇതെല്ലാം ഞാനിത് പറയുന്നത് നമ്മളെന്തോ ഈ ഹിന്ദുത്വം മാത്രം വന്നിട്ട് സംഭവിക്കുന്ന കാര്യങ്ങളല്ല. ഈ ചേഞ്ചസ് ഉണ്ടാകുന്നതിന് മറ്റുള്ളവർ ചെയ്തിരുന്ന കാര്യങ്ങളെ പോലെ തന്നെ ഭൂപരിഷ്കരണം എന്ന് പറയുന്ന സാധനം ഇതിന് വലിയൊരു കോൺട്രിബ്യൂഷനാണ്. അതുകൊണ്ട് കർഷക തൊഴിലാളികളായിരുന്ന ദളിതരായ ആൾക്കാർക്ക് ഭൂമി കിട്ടാതെ പോയി, പക്ഷേ പാട്ടക്കുടിയന്മാരായിരുന്ന ആൾക്കാർക്ക് മുഴുവൻ ഭൂമി കിട്ടി. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ഈ മിഡിൽ ക്ലാസ് ഉണ്ടായത്. ഇതുപോലുള്ള കാര്യങ്ങളും കൂടെ ഇത് മനസ്സിലാക്കണം. ഈ കൾച്ചറൽ ചേഞ്ചസ് വരുന്നതിനുള്ള യഥാർത്ഥത്തിലുള്ള എക്കണോമിക് ആയിട്ടുള്ള അടിസ്ഥാനം നമ്മൾ കാണണം. അതും കൂടെ കൊണ്ടാണ് അത് സംഭവിക്കുന്നത്. അപ്പം ഒപ്പമാണ് ഞാൻ നേരത്തെ പറഞ്ഞ മലയാളി എന്ന് പറഞ്ഞിട്ട് എന്തോ അഭിമാനപൂർവ്വം ചോര നരമ്പിലൊന്നും തിളയ്ക്കത്തൊന്നുമില്ല മലയാളിക്ക്. ഒരു പാടുമില്ലാതെ ഞാനിപ്പോൾ അമേരിക്കയിലൊക്കെ പോയി നടന്നിട്ട് അവിടുത്തെ മലയാളികൾ മുഴുവൻ ട്രംപിൻ്റെ കൂടെ നിൽക്കുന്നവരെ വരെ ഇഷ്ടം പോലെ വരെ കാണാൻ പറ്റും. അത്ഭുതപ്പെട്ടു നമ്മൾ. അത് നമുക്ക് ഈ ഐഡന്റിറ്റി ഇല്ലാത്ത മനുഷ്യരാണെന്ന് കാണുന്നതുകൊണ്ടാണ്. അവിടെയാണ് ബലവും അധികാരവും ആരുടെ കൂടാണെന്ന് കണ്ടാൽ അവിടോട്ട് ചാഞ്ഞു നിൽക്കാനായിട്ടുള്ള പ്രവണത. അത് ഈ റൂട്ടില്ലാത്ത മനുഷ്യർ. പിന്നെ ആ റൂട്ടില്ലായ്മയെ പറ്റി ഞാനിങ്ങനെ പറയുമ്പോൾ ഗ്രീക്കുകാർ അതിനുമല്ല, ഗ്രീക്കിന് മുമ്പ് ഈജിപ്തുകാർ, ഗ്രീക്കുകാർ, റോമാക്കാർ, അറേബ്യക്കാർ, ചൈനക്കാർ, പോർട്ടുഗീസുകാർ, ഡച്ചുകാർ, ഫ്രഞ്ചുകാർ, ഇംഗ്ലീഷുകാർ, ഇത്രയും പേരുടെയും കൂടെ മക്കളാണ് മലയാളികൾ. അത് കാരണം കൊണ്ട് പിന്നെ തമിഴർക്ക് ഫീൽ ചെയ്യുന്ന ഒരു ഐഡന്റിറ്റി ഒന്നും ഒരിക്കലും ഉണ്ടാകത്തുമില്ല. ഇങ്ങനെ എത്ര കാര്യങ്ങളുണ്ടെന്നറിയാം. ഇതെല്ലാം കൂടെ ചേർന്ന് വേണം നമ്മൾ ഈ മലയാളികളെ മനസ്സിലാക്കേണ്ടത്. പെട്ടെന്ന് നമ്മൾ അത്ഭുതപ്പെട്ടു, എന്തുകൊണ്ടാണ് ഇവർ നമ്മൾ വിചാരിക്കുന്ന പോലെ ചെയ്യാത്തത് അല്ലെങ്കിൽ പ്രവർത്തിക്കാത്തതെന്ന് നമുക്ക് മനസ്സിലാകത്തേ ഇല്ല. കറുത്തവരായിരിക്കുന്ന വീടുകളിനകത്ത് മുഴുവൻ വെളുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവരും കൂടെ. ഞാൻ എൻ്റെ അമ്മ സംസാരിക്കുന്നത്, അമ്മ ഒരു കറുത്ത മനുഷ്യനായിരുന്നു. പക്ഷെ അമ്മ ആദ്യം ഒരു കുഞ്ഞിനെ കാണാൻ തുടങ്ങുമ്പോൾ, ഞാൻ കൊച്ചു കുഞ്ഞുങ്ങളെ കാണാനായിട്ട് പോകുമ്പോൾ ചെവി എടുത്ത് ഇങ്ങനെ ആദ്യം കറുപ്പ. അവർ കറുപ്പായിരിക്കുമ്പോഴും വെളുക്കാൻ വേണ്ടി ഇരിക്കുന്നവരാണ്. നമ്മൾ ഈ തേന് സ്വർണ്ണമൊക്കെ തിന്നത്തില്ലേ, സ്വർണം അരച്ച് കുഞ്ഞുങ്ങൾക്ക് കൊടുത്ത് വെളുക്കാനിരിക്കുന്ന ആൾക്കാരും കൂടെ. അപ്പം ഇതൊക്കെ നമ്മൾ അങ്ങനെ മനസ്സിലാക്കണം. ഇത് ഓരോ കാര്യവും ഇതിനകത്ത് ചേർന്നാണ് നമ്മൾ ഇന്ന് കാണുന്ന മലയാളിയും. ആ ഇരിക്കുന്നതിനകത്ത് നാരായണ ഗുരുവിൻ്റെ മൂവ്മെൻറ്റും കമ്മ്യൂണിസ്റ്റ് മൂവ്മെൻറ്റും ഈ സ്വാതന്ത്ര്യ സമരവും ഇതെല്ലാം ഇൻ്റർനാഷണൽ മൂവ്മെൻറ്റ്സ് ആയിട്ടാണ് സത്യത്തിൽ. നാഷണൽ മൂവ്മെൻറ്റ്, ഇൻ്റർനാഷണൽ മൂവ്മെൻറ്റ് കേരളത്തിൻ്റെ ഐഡൻറ്റിറ്റി രൂപപ്പെടുത്തിയിട്ടേ ഇല്ല, അതിൻ്റെ സാധനമില്ല. അപ്പോൾ അത് കാരണം കൊണ്ട് വളരെ ഫ്ലൂയിഡ് ആയിട്ടുള്ള ഒരു ഐഡൻറ്റിറ്റി ഉള്ള മനുഷ്യരുമാണ്. ഇത്രയും നിന്നിട്ട്
30 കൊല്ലം കൊണ്ട് 3 സീറ്റും 4 സീറ്റുമേ ഈ ബിജെപി പിടിക്കുന്നുള്ളൂ എന്ന് നമ്മൾ കാണുന്നത് ഒരു കൊച്ചു കാര്യമായിട്ട് കാണരുത്. അതുകൊണ്ട് കൾച്ചറലായിട്ട് എല്ലാ മനുഷ്യരെയും നമ്മുടെ വീട്ടിനകത്ത് ഇപ്പൊ എൻ്റെ നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് വീടുകളിനകത്ത് അയലത്തുള്ള കുട്ടികളുമായിട്ട് കളിക്കുമ്പോൾ ഇവരത് പ്രകടമായി പറയുന്നുണ്ടാകത്തില്ല. ജാതിയോ മതമോ ഒക്കെ അവരങ്ങ് പൊയ്ക്കഴിയുമ്പോൾ നീ എന്തിനാ അവരെയൊക്കെ ആയിട്ട് കളിക്കുന്നതെന്ന് ചോദിക്കുന്ന ഒരു സ്ഥലം തന്നെയായിരുന്നു മലയാളി. അങ്ങനെ തന്നെയാണ്. അപ്പൊ പുറത്ത് കാണിക്കായിരുന്നു. ഇന്ന് അത് കുറച്ച് പുറത്ത് കാണിക്കുക. അതെന്ന് പറഞ്ഞാലേ ഇന്ന് കഴിഞ്ഞ ഒരു 10 വർഷത്തെ കൊണ്ടുണ്ടായ ആ ചേഞ്ചാണ് ഇന്ന് നമ്മൾ ഈ സോഷ്യൽ മീഡിയയിലകത്തൊക്കെ ഇരുന്നിട്ട് ജാതി ഞങ്ങളുടെ ഒരു ഐഡന്റിറ്റി മാത്രമാണെന്നൊക്കെ പറയുന്നത്. അല്ലാതെ വിവേചനത്തിന്റെ കാരണമായിട്ടൊന്നും അതിനെ കാണുന്നില്ല. ഐഡന്റിറ്റി എന്ന് പറയുന്നത് മാത്രമായിട്ടും ഞങ്ങൾ ഈ ഐഡന്റിറ്റിയിൽ നിൽക്കുമ്പോഴും ഞങ്ങളെല്ലാവരും കൂടെ ഒന്നിച്ചാണ് ഹിന്ദുക്കളാകുന്നത്. പറഞ്ഞാൽ ഏത് ഹിന്ദു മതത്തിലേക്ക് ആർക്കെങ്കിലും കൺവെർട്ട് ചെയ്യാൻ പറ്റുമോ? ഏതെങ്കിലും ജാതിയിലല്ലേ ചേരാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കറിയാം അതൊരു മതമായിട്ടില്ല. ഇത് ഇപ്പോൾ ഏറ്റവും വലിയ രസമാണ്, ഹിന്ദുത്വത്തിൻ്റെ വലിയ വിശദീകരണക്കാരായിരിക്കുന്ന കേന്ദ്ര ഗവൺമെൻറ് ഇത്തവണ സുപ്രീം കോടതിയിൽ വാദിച്ചിരിക്കുന്നത് അങ്ങനെയാണ്. ഹിന്ദു മതമല്ലെന്ന്, ഹിന്ദു മതം ഇല്ലെന്നും ഒക്കെയാണ് അവർ ചെയ്തിരിക്കുന്നത്. കാരണം അവർക്ക് ഇത് മതമാണെന്നുണ്ടെങ്കിൽ എന്ത് ഗ്രന്ഥമാണ് ഏതാണെന്നൊക്കെ പറയാനൊക്കെ ബാധ്യത വരും. അപ്പോൾ അതൊന്നും ഇല്ലാതിരിക്കുന്ന നിലവാരത്തിലാണത്. അപ്പം നമുക്ക് തന്നെ കാണാൻ പറ്റുന്നുണ്ട്, ഇലക്ഷന് ജയിക്കണമെന്നുള്ള ആഗ്രഹമല്ലാതെ മറ്റൊന്നും അതിനകത്തില്ല.